ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരായ ദൈവമക്കളെ, വചനകേൾവി ഒത്തിരി സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അനുദിന ചിന്തയിലൂടെ ദൈവം എന്നെ അനുവദിക്കുകയാണ്. ഞാനത് സന്തോഷത്തോടെ ചെയ്യാൻ ഒരുങ്ങുകയാണ്. വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരായിരിക്കയാൽ, എപ്പോഴും സ്തോത്രം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമായിരിക്കയാൽ, മനസ്സ് നിറഞ്ഞ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. വചനം തരുന്ന, ആലോചന തരുന്ന, വചനത്തിൽ നിന്ന് ആഴമേറിയ ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണുനീര് ഒരു കൈലേസ് കൊണ്ട് ഒപ്പിയെടുക്കുന്നത് പോലെ വചനം കൊണ്ട് ഒപ്പിയെടുക്കുന്ന മഹാദൈവത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു ചെറിയ വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസ് 5:20. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അവൻ പോയി ഘോഷിച്ചു തുടങ്ങി, എല്ലാവരും ആശ്ചര്യപ്പെടാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭാഗം ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്നറിയപ്പെടുന്ന നീണ്ട കാലങ്ങൾ, ഏകദേശം 6000 ഭൂതങ്ങൾ മനുഷ്യ ശരീരത്തിനകത്ത് ആവസിച്ച് കയറി മനുഷ്യത്വം നശിപ്പിച്ച് കുടുംബത്തിൽ കയറ്റാൻ സമ്മതിക്കാതെ, ബന്ധങ്ങളെ മറന്ന് ശവക്കോട്ടയിൽ ശവങ്ങളുടെ കൂടെ ശവക്കല്ലറകളിൽ അവനെ രാപാർപ്പിച്ച് ആ നിലവാരത്തിൽ തകർത്ത് കളയാൻ വ്യാമോഹിച്ച് ഒട്ടിക്കൂടിയ 6000 ഭൂതങ്ങളുടെ ആ അമർന്ന പിടിക്കകത്ത് നിന്നൊരു മനുഷ്യനെ രക്ഷിപ്പാൻ കടൽ താണ്ടി ഇക്കരെ വന്ന കർത്താവിൻ്റെ സ്നേഹചരിത്രം വേദപുസ്തകത്തിലെ തന്നെ, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവും മാനവനോട് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനത്തിൻ്റെ തനി പതിപ്പും, അതിലുപരി എത്ര സംഘം ചേർന്ന ദുരാത്മാക്കൾ ഒരു മനുഷ്യനെ ഒതുക്കാൻ നോക്കിയാലും സർവശക്തൻ വിടിവിക്കാൻ നിശ്ചയിച്ചാൽ അവനെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഉപദേശിയാക്കുമെന്നുള്ളതിൻ്റെ ഭയങ്കരമായിരിക്കുന്ന വിപ്ലവ ഗാന രചന പോലെ ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ. പ്രസംഗിക്കാൻ അറിയാവുന്നൊരു കർത്തൃദാസനാണെങ്കിൽ കേൾവിക്കാരുടെ ചിന്താമണ്ഡലങ്ങൾക്ക് തീപിടിപ്പിക്കാൻ കഴിയുന്ന ആത്മീക ചിന്തകൾ നൽകുന്ന ചരിത്രം. ആ ഭാഗം വെറുമൊരു ചരിത്രമായിട്ടല്ല, ഇന്നും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠകരമായി നിലകൊള്ളുന്ന ഒരു പാഠഭാഗം പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ പാവം മനുഷ്യൻ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ദുരാത്മാക്കളുടെ പിടിയിൽ അമർന്നതുകൊണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ട സാധുവായ മനുഷ്യൻ, സുബോധം നഷ്ടപ്പെട്ട് എന്താ ചെയ്യുന്നതെന്നറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. വീടിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് ഓടും, പക്ഷെ വീട്ടിലെത്താൻ സമ്മതിക്കില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ ആ ഭാഗം വ്യാഖ്യാനിക്കുന്നു. കർത്താവിനോട് കർശനമായിട്ട് പറയാൻ പറയുന്നു. വീടുണ്ട്, ജീവിതമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവിടേക്ക് ഓടിയെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, കയ്യെത്താവുന്ന ദൂരത്ത് ഓടി വരുമ്പോൾ വീട്ടിൽ കയറ്റാതെ, ബന്ധങ്ങളുടെ അടുക്കലെത്താതെ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലേക്ക് ഒട്ടിച്ചേരാൻ സമ്മതിക്കാതെ, കുഞ്ഞുങ്ങളെ വാരിയെടുക്കാൻ സമ്മതിക്കാതെ അകറ്റി നിർത്തുന്ന നിയമങ്ങളോ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ബന്ധങ്ങളോ ബന്ധുക്കളോ ആര് തന്നെയാണെങ്കിലും ദുർഭൂതങ്ങൾ ആവഹിച്ച് വീട്ടിലേക്ക് വരാൻ സമ്മതിക്കാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞും ജീവിതം മുരടിപ്പിച്ച് നിർത്തിയ ദുരാത്മസേന പോലെ നിൽക്കുന്ന ചില ദുഷ്ടശക്തികളുടെ വിലക്കിനകത്ത് അമർന്നുപോയ ചിലരെ ഈ വാക്കുകൊണ്ട് സ്വർഗം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ മനസ്സിനകത്ത് കുടുംബത്തെക്കുറിച്ച് ചിന്തയുണ്ടോ? നിൻ്റെ മനസ്സിനകത്ത് നിൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ? നിൻ്റെ പൊന്നോമന മക്കളെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് പഴയതുപോലെ ആത്മീകനാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ദൈവത്തെ പ്രകീർത്തിക്കണം, ശുശ്രൂഷയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ബ്രദർ, സിസ്റ്റർ, ഉണ്ടോ?
ഉണ്ടെങ്കിൽ നിന്നെ തേടി വരുന്ന ഒരു അരുമനാഥനെ ഞാൻ ഈ പാരഗ്രാഫിനകത്ത് ഈ 5-ാം അധ്യായത്തിനകത്ത് കാണുകയാണ്. അത് നിങ്ങളുടെ അടുക്കലേക്ക് വചനമായിട്ട് ദൈവാത്മാവ് അയക്കുകയാണ്. നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കരയ്, എനിക്ക് വേറൊന്നും വേണ്ടപ്പാ, ജീവിച്ചാൽ മതി, എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണണം, എനിക്ക് ആ സ്നേഹം വീണ്ടെടുക്കണം, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ മടക്കിയെടുക്കണം, എനിക്ക് സന്തോഷിക്കണം, എനിക്കെൻ്റെ അപ്പനെ സന്തോഷിപ്പിക്കണം, എൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്തണം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ നിൽക്കണം. ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഭാഗം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 20-ാം വാക്യം മുതൽ വരെ ആവർത്തിച്ച് വായിച്ചിട്ട് ഇതുപോലൊരു വിടുതൽ എനിക്കും തരണേ അപ്പാ എന്ന് പറയുന്ന സർവശക്തൻ ഇന്നും ജീവിക്കുന്നു. ഏത് വീട്ടിൽ വിടാതെ, സ്വന്തക്കാരുടെ അടുക്കലെത്താതെ, നിൻ്റെ അവകാശത്തിന്മേൽ നിന്നെ എത്തിക്കാതെ, ഞാനിങ്ങനെ കുറച്ചുകൂടെ തെളിച്ച് പറയാട്ടോ, ദൈവപ്രേരണയിൽ നീ കിടക്കേണ്ട മുറിയിൽ നിന്നെ കയറ്റാതെ, നീ കിടക്കേണ്ട കട്ടിലിൽ നിന്നെ കിടത്താതെ, ഹല്ലേലൂയ, നിന്നെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും, നിനക്കെതിരെ നിയമമുണ്ടാക്കുന്ന, നിയമപ്പഴുതുകളുണ്ടാക്കുന്ന ബുദ്ധിരാക്ഷസന്മാരുടെ മുമ്പിൽ വെച്ച് 6000 ഭൂതങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുത്ത ദൈവം ഇന്ന് നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ധാരുണ സംഭവങ്ങളൊക്കെ ദൂരത്തിരുന്നും വിദേശത്തിരിഞ്ഞുകൊണ്ടും യൂട്യൂബിലാണെങ്കിലും ചങ്ക് മുറിഞ്ഞ് കാണുന്നുണ്ടല്ലോ. ഭാര്യയെ ഭർത്താവിനോട് അടുപ്പിക്കാതെ, അവരുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താൻ സമ്മതിക്കാതെ, വഴിത്തലക്കിലും റെയിൽവേ ട്രാക്കിലൊക്കെ അരിഞ്ഞിട്ടിരിക്കുന്ന വാഴത്തട പോലെ വെട്ടിമുറിച്ച് കളയാൻ പിശാചടരാടുമ്പോൾ ഇത് കുഞ്ഞുങ്ങളെയായി കാണരുത്, നമ്മുടെ വീട്ടിൽ സംഭവിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കണ്ണി ചോരയുള്ള ചങ്കും മരവിക്കാത്ത അഭിപ്രായം പറയാനിരിക്കുന്നവരല്ല. ഇന്ന് ചിന്തിക്കണം, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ ചർച്ചിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന, കുടുംബ പ്രശ്നത്തിൽ കലങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെന്ന് പറയണം, മക്കളെ വാർത്ത കേട്ടോ, ഇന്നലെയൊക്കെ കണ്ടോ, നിൻ്റെ വീട്ടിൽ സംഭവിക്കാതിരിപ്പാൻ യേശുവിന് പറ്റുമെന്ന് പറഞ്ഞ് ഒരു നടപടി തുടങ്ങുന്ന ദൈവം അത് ചെയ്യാനിടയാകട്ടെ. എന്താണെങ്കിലും ഈ മനുഷ്യനെ ദൈവമായ കർത്താവ് രക്ഷിച്ചു. അവൻ കൂടെ പോകാൻ ആഗ്രഹിച്ചിട്ടും അവനെ വീട്ടിൽ വിട്ടു. ഞാനത് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. വഴിയിൽ നിന്നവനെയും ചുങ്കം പിരിച്ചവനെയെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇത്രയും വലിയൊരു സാക്ഷിയെ കൂടെ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയിട്ട് പോയത്, അവൻ കെഞ്ചിയിട്ട് എന്താ അപ്പാ വീട്ടിൽ നിർത്തിയിട്ട് പോയത്? എന്നോട് കർത്താവ് പറഞ്ഞു, അവൻ വീട്ടിൽ നിൽക്കണം. കാരണം വീട്ടുകാർക്ക് അവനെ കിട്ടിയിട്ടില്ല. ഇവനും വീടിൻ്റെ സ്നേഹം കിട്ടിയില്ല. പിശാച് കൊണ്ട് നടക്കുമല്ലായിരുന്നോ? കാരണം കുറച്ച് നാൾ കുടുംബത്തിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ, വീട്ടിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കട്ടെ, അപ്പൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കൂടെ നിന്ന് ശുശ്രൂഷിക്കട്ടെ. എൻ്റെ കൂടെ പോകുന്നവരൊക്കെ പടകും വലയും വിട്ട് ഒറ്റയ്ക്ക് എൻ്റെ കൂടെ പോന്നാലേ അവൻ വീടിൻ്റെ സുഖം അനുഭവിക്കട്ടെ എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അവനവിടെ നിൽക്കട്ടെ, വീട്ടിൽ നിർത്തി. എന്നിട്ട് വീട്ടിൽ അവൻ വെറുതെ ഇരുന്ന് 2 എരുമയും മേടിച്ചുകൊണ്ട് 4 ചൂട് കപ്പയിട്ട് അവിടെ നിന്നല്ലോ നമ്മൾ വായിച്ചത്. 20-ാമത്തെ വാക്യത്തിനകത്ത് വായിച്ചു, അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. അത് പറയാനാണ് ഞാൻ വന്നേട്ടോ. ഘോഷിച്ചു തുടങ്ങി. ഒരു നല്ല തുടക്കം സഹചരേ, ഒരു നല്ല തുടക്കം. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. വലിയ പന്തൽ കെട്ടി മൈക്ക് മേടിച്ചൊന്നുമില്ല, ഒരു വലിയ ഹാൻഡ് മൈക്ക് മേടിച്ചിട്ട് വേണം ഒരു ശുശ്രൂഷ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കൊല്ലം 8 ആയില്ലേ 12,000 രൂപ കൊടുത്ത് അതൊക്കെ പുറകെ വന്നോളൂ. ഒരു തുടക്കം കുറിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞതുപോലെ കുടുംബക്കലഹമുള്ള വീടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തപ്പിപ്പിടിച്ചിട്ട് അവരുടെ അടുക്ക പോയിട്ട്, മക്കളെ നാളെ നിങ്ങളൊരു വാർത്തയാകരുത്, ഒരു ആത്മഭാരം കൊണ്ട് ഞങ്ങൾ വന്നതാണെന്ന് പറയാൻ, അച്ചായനും അമ്മാമ്മയും കൂടി വന്നത് അതിനാന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒരു തുടക്കം കുറിക്കാൻ പറ്റുമോ? ഒരു തുടക്കം കുറിക്കാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് അറിവില്ല, ഞങ്ങൾക്ക് പഠനമില്ല, ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തണമെങ്കിൽ എൻ്റെ ഡിഗ്രി വേണ്ടേ, സർട്ടിഫിക്കറ്റ് വേണ്ടേ? എന്നാ ഈ പറയുന്നേ? ഈ ഭൂതഗ്രസ്തൻ എന്നാ പറഞ്ഞുകൊണ്ടാ ശുശ്രൂഷ തുടങ്ങിയത്? ഭൂതങ്ങളുടെ കൂടെ കല്ലറേ കിടന്നവൻ എന്നാ ഡിഗ്രിയും കൊണ്ടാ, എന്നാ അറിവുകൊണ്ടാ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ, ഒരു നല്ല തുടക്കം കുറിക്കാൻ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഈ മാർച്ച് മാസം പലതും തുടങ്ങാൻ പറ്റിയ മാസം കേട്ടോ. നിനക്ക് പറ്റുമെങ്കിൽ ചിലത് തുടങ്ങുക. എഴുതി തുടങ്ങുന്നവർ എഴുതി തുടങ്ങുക, പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടവർ പ്രാർത്ഥിച്ച് തുടങ്ങുക, പറഞ്ഞു തുടങ്ങുക, പ്രസംഗിച്ച് തുടങ്ങേണ്ടവർ പ്രസംഗിച്ച് തുടങ്ങുക, ശുശ്രൂഷിച്ച് തുടങ്ങേണ്ടവർ ശുശ്രൂഷിച്ച് തുടങ്ങുക. വീട്ടിലൊരു പ്രാർത്ഥന നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയിൽ നടത്തി തുടങ്ങേണ്ടവർ അങ്ങനെ തുടങ്ങുക. ഭവന സന്ദർശനം നടത്തേണ്ടവർ അങ്ങനെ തുടങ്ങുക.
ആ മാസത്തിലൊരിക്കൽ വട്ടത്തിൽ കൂടിയിരുന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൊണ്ട് വിളിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ ഇടവകയിൽ പ്രാർത്ഥനാ താല്പര്യമുള്ള 10 പേരെ ചേർത്ത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സംഭവം തുടങ്ങണമെങ്കിൽ തുടങ്ങാൻ, നല്ല തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കുക. എന്തായിരുന്നു ആ സംഭവത്തിൻ്റെ കൺക്ലൂഷൻ? എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. പ്രിയരെ, നിങ്ങൾക്ക് ആരാദ്യം പറയുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വീർപ്പിച്ചിരിക്കാതെ, നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇന്ന് വെയിലാറിക്കഴിയുമ്പോൾ കുറേ നാളായിട്ട് മിണ്ടാതിരിക്കുന്ന കക്ഷിയോട് ഒന്ന് മിണ്ടാൻ തുടങ്ങാമോ? ഒന്ന് വിളിക്കുന്ന 10 ഡിജിറ്റിൽ ഡയൽ ചെയ്താൽ പോരെ? ഒന്ന് വിളിക്കുക, വാട്സാപ്പിലൊരു മെസ്സേജ് ഇട്, ഇന്നൊരു തുടക്കം കുറിക്കുക. ചകിരി പോലെ പിണങ്ങാൻ, നിൻ്റെ അധപ്പതനം കാണാൻ കാത്തു നിന്നവരുടെ മുമ്പിൽ ആശ്ചര്യപ്പെടുത്തും ദൈവം തമ്പുരാൻ. നീയൊന്നും തുടങ്ങാതെ മുഖം വീർപ്പിച്ച് നടന്നാൽ ഒന്നും നടക്കുകയില്ല. ഒരു തുടക്കം കുറിക്കാൻ ആര് തയ്യാറാകുന്നു? ദൈവത്തോട് ചേർന്ന് ദൈവം പറയുന്നതനുസരിച്ച് ആ തുടക്കം ഈ മാസം ഉണ്ടാകട്ടെ. ചുമ്മാ ഇരിക്കരുത്. കുറേ നാളായിട്ട് ഞാൻ തകർന്നു, പൊളിഞ്ഞു, തീർന്നു എന്ന് പറഞ്ഞിരിക്കരുത്. ഈ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന അതങ്ങ് തുടങ്ങുക. രാത്രി 2 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുന്നു, അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ തുടങ്ങാൻ പോവുക. തുടങ്ങിക്കൂടെ? തുടങ്ങുക. മനസ്സിനോ ആത്മാവിനോ ശരീരത്തിനോ നാടിനോ ദേശത്തിനോ മക്കൾക്കോ കുടുംബത്തിനോ വേണ്ടിയൊരു പുതിയ തുടക്കം. ഒന്നും തുടങ്ങാനില്ലേ അമ്മാമ്മേ നിങ്ങൾക്ക്? അച്ഛാ, നിങ്ങൾക്കൊന്നും തുടങ്ങാനില്ലേ? ഒരു പുതിയ തുടക്കം തുടങ്ങുക. ആത്മീകത്തിലോ ഭൗതികത്തിലോ ചിലരെ ആശ്ചര്യപ്പെടുത്തത്തക്ക രീതിയിൽ ദൈവം കൂടെ നിൽക്കും കേട്ടോ. തുടങ്ങാൻ ആരെങ്കിലും തയ്യാറായാൽ അവൻ്റെ പക്ഷത്ത് ദൈവം നിൽക്കും, മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കും, ആശ്ചര്യപ്പെടുത്തും. സംഭവിക്കട്ടെ. ഞാനിനി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മപ്രേരണ പലവട്ടമുണ്ടായിട്ടും ഒന്നും തുടങ്ങാതിരുന്നവർ ഇന്നും ഒതുങ്ങിക്കൂടി. കയ്യിലൊന്നുമില്ലെങ്കിലും ഒരു തുടക്കം കുറിച്ചവരൊക്കെ ഒരു സംഭവമായി മാറി. ഇന്നവർ പലർക്കും ആശ്ചര്യമാണ്. അപ്പാ, ഈ കേട്ടതെല്ലാം ശ്രദ്ധിച്ച് കേട്ടവർ, 1, 2, 3 പ്രാവശ്യം ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നപ്പാ. ആവർത്തിച്ച് കേൾക്കുന്നവർ, അവരെക്കൊണ്ട് ചിലത് ദൈവം അങ്ങ് തുടങ്ങിക്കണേ. പുതിയ തുടക്കങ്ങൾ ഈ മാസം ഒത്തിരി പേര് ആത്മീക ഭൗതിക വിഷയങ്ങളിൽ തുടങ്ങട്ടെ. അതൊരനുഗ്രഹമാകട്ടെ. ദൈവം പ്രവർത്തിക്കണം. അത് മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തണം. 2025 കഴിഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് തുടക്കം കുറിക്കുന്നവരൊക്കെ ഒരാശ്ചര്യമായി മാറാൻ ദൈവം ഇടയാക്കണം. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനോട് അഭയാചന കഴിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.